തേനിലും മധുരം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം പഠിച്ചത് യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചും യേശു ആര് എന്നുള്ളതിനെക്കുറിച്ചുമാണ് നാം പഠിച്ചത്. ഇന്ന് യേശുവിന് തുല്യനായി മറ്റാരുമില്ല എന്നുള്ളത് വചനത്തിൽ കൂടെ നാം പഠിക്കുവാൻ പോവുകയാണ്. യേശുവിന് തുല്യനായി മറ്റാരുമില്ല. ഒന്ന്, യേശു ജനനത്തിൽ അതുല്യൻ. മനുഷ്യരെല്ലാവരും സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ജനിക്കുമ്പോൾ യേശുക്രിസ്തു പുരുഷൻ തൊടാത്ത ഒരു കന്യകയിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. യോഹന്നാൻ 1:13. 2, യേശു ജീവിതത്തിൽ അതുല്യൻ. അവൻ പാപം ചെയ്തിട്ടില്ല. പാപം അറിയാത്തവൻ, അവനിൽ പാപം ഇല്ല. അവൻ നീതിമാൻ, ഇവനെപ്പോലെ ആരുമില്ല. 2 കൊരിന്ത്യർ 5:21, 1 യോഹന്നാൻ 3:6, ലൂക്കോസ് 23 മത്തായി 27:19, 24 എന്നീ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 3, യേശു മരണത്തിൽ അതുല്യൻ. എല്ലാവരും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കുമ്പോൾ യേശു പാപം ചെയ്യാത്തവൻ എന്ന് തെളിയിച്ചുകൊണ്ട് പാപികൾക്ക് വേണ്ടി മരിച്ചു. പാപത്തെക്കുറിച്ച് ആര് എന്നെ ബോധ്യപ്പെടുത്തും എന്ന് യേശു ജനത്തോട് വെല്ലുവിളിച്ച് ചോദിച്ചു. ആർക്കും മറുപടി പറയുവാൻ കഴിഞ്ഞില്ല. യേശു പാപികൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. 1 തീമോഥെയോസ് 1:15, യോഹന്നാൻ 10:15 എന്നീ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയും. യേശു ഉയർത്തെഴുന്നേൽപ്പിൽ അതുല്യൻ. മനുഷ്യരെല്ലാവരും മരിച്ച് മണ്ണിൽ ലയിക്കുമ്പോൾ യേശു മാത്രം മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 500-ൽ പരം ശിഷ്യർക്ക് വെളിപ്പെട്ട് കാണിച്ചു കൊടുത്തു. ഇന്നും അവൻ്റെ മാത്രം കല്ലറ തുറന്നു കിടക്കുന്നു. ലൂക്കോസ് 24:1-7 യേശു വീണ്ടും വരവിൽ അതുല്യൻ. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന കാഴ്ച കണ്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാർക്ക് 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരോട് വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോസ്തല പ്രവൃത്തി 1:11. യേശു മുൻകൂട്ടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഒരുക്കിയ ശേഷം പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:3. യേശുവിൻ്റെ വീണ്ടും വരവിന് അടയാളമായി ലോകത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞ അടയാളങ്ങൾ ഇന്ന് അക്കമിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ വരവടുത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. മത്തായി 24 മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് നിങ്ങൾ കാണും. യേശുവെപ്പോലൊരു ദേവനുണ്ടോ? യേശുവെപ്പോലൊരു നാമമുണ്ടോ? യേശുവെപ്പോലാരാധ്യരുണ്ടോ? ക്രിസ്തേശുവെപ്പോലൊരു ദൈവമുണ്ടോ? സ്വർഗത്തിലും ഈ ഭൂമിയിലും യേശുവെപ്പോൽ വേറാരുമില്ല. വാനത്തിൻ കീഴേ മാനവർക്കിടയിൽ യേശുവെപ്പോൽ വേറാരുമില്ല. വാനത്തിൻ കീഴേ മാനവർക്കിടയിൽ യേശുവെപ്പോൽ വേറാരുമില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു ജനിക്കുന്നതിനും 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു എവിടെ ജനിക്കുമെന്നും എവിടെ വളരുമെന്നും എവിടെ മരിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും വീണ്ടും വരും എന്നും പ്രവാചകന്മാരിലൂടെ
വെളിപ്പെടുത്തിയിട്ടുണ്ട്. 700 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഈ പ്രവചനങ്ങൾ അപ്രകാരം തന്നെ സംഭവിച്ചു. എല്ലാ അക്ഷരം പ്രതി ഒന്നിന് പിറകെ ഒന്നായി ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥിതിക്ക് യേശുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചുള്ള പ്രവചനവും അപ്രകാരം തന്നെ നിറവേറും. യേശുവിനെ കുറിച്ച് 700 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനങ്ങൾ. യേശു എവിടെ ജനിക്കും? യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കും എന്ന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പ്രവചനം. മീഖ 5:2. യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. നിറവേറിയത് 700 വർഷങ്ങൾക്ക് ശേഷം. മത്തായി സുവിശേഷം 2:1-6 വരെ. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചു. ഹെരോദാവ് അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് ഹെരോദാവിനോട് അവർ പറഞ്ഞു. അടുത്തതായി, യേശു എവിടെ വളരും? ഹോശയ്യ 11:1 മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തും. ഇത് 700 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവചനം നിവൃത്തിയായി. മത്തായി 2:14. ബേത്ലഹേമിൽ ഹെരോദ രാജാവ് ശിശുവിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ ശിശുവിനെയും കൂട്ടി മിസ്രയീമിലേക്ക് പോയി. മാതാപിതാക്കളോടൊപ്പം അവിടെ പാർത്തു. ഹെരോദാവിൻ്റെ മരണശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രയീമിൽ യോസേഫിന് പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ദേശത്ത് വന്നു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് ഇപ്രകാരം നിവൃത്തി വന്നു. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും. ഹെരോദ രാജാവിൻ്റെ മരണശേഷം ദൂതൻ മുഖേന മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ദേശത്ത് വന്ന യോസേഫും മറിയയും ശിശുവുമായി നസറത്ത് എന്ന സ്ഥലത്ത് വന്ന് പാർത്തു. തൻ്റെ 30 വയസ്സുവരെയും മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. അവിടെ, അതായത് നസ്രത്തിൽ അവൻ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. അതിനാൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് ഇപ്രകാരം നിവർത്തി വന്നു. മത്തായി 2:23 അവൻ കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യും. പ്രവചനം സെഖര്യാവിൻ്റെ പുസ്തകം 9:9 700 വർഷങ്ങൾക്ക് ശേഷം അത് നിവൃത്തിയായി. സെഖര്യാവ് 9 പ്രകാരം പറയുന്നു: യെരൂശലേം പുത്രിയെ, ഘോഷിച്ചാനന്ദിക്ക, ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് ജയശാലിയായി കഴുതപ്പുറത്തും പെൺകഴുതകളുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഇത് 700 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണ്. 700 വർഷങ്ങൾക്ക് ശേഷം നിവൃത്തിയായത്. മത്തായി സുവിശേഷം 21 യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ അതിൽ കയറിയിരുന്നു. ചിലർ മരക്കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി ഇവനാറിയെന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാര ഉത്തരം പറഞ്ഞു. ക്രിസ്തു വരുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് സെഖര്യാ പ്രവചനത്തിലൂടെ അരുളി ചെയ്തത് ഇപ്രകാരം നിവൃത്തിയായി. അടുത്ത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. സങ്കീർത്തനം 41 9 സ്നേഹിതർ അവനെ ഒറ്റിക്കൊടുക്കും.
നിവൃത്തിയായത് മത്തായി 26 ലൂക്കോസ് 22. യേശു ശിഷ്യന്മാരോടുകൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവന് എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അവർ ഏറ്റവും ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് പറഞ്ഞു തുടങ്ങി. എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവനോ ഹാ കഷ്ടം. എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് അതെ നീ തന്നെ എന്നവൻ ഉത്തരം പറഞ്ഞു. ലൂക്കോസ് 22 47. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം 12 ഒരുവനായ യൂദ യേശുവിനെ ചുംബിച്ചു. യേശു അവനോട്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഈ സംഭവം നടക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനം ഇപ്രകാരം നിവൃത്തിയായി. കള്ളസാക്ഷികൾ എഴുന്നേറ്റ് താൻ അറിയാത്ത കാര്യം പറയും. സങ്കീർത്തനം 41:9. നിവൃത്തിയായത് മർക്കോസ് 14 56. അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല. അവന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനെ ഏൽപ്പിക്കും. യെശയ്യാ പ്രവചനം 50 6. 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഈ പ്രവചനം നിവൃത്തിയായത് മത്തായി 27 മുതൽ 31. അവന്റെ വസ്ത്രം അഴിച്ച് മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്തു. രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ച് അവന്റെ മേൽ തുപ്പി കോൽ കൊണ്ട് തലയിൽ അടിച്ചു അവനെ നിന്ദിച്ചു. ഇപ്രകാരം ആ പ്രവചനം നിവൃത്തിയായി. കൈകാലുകൾ തുളയ്ക്കപ്പെടും. സങ്കീർത്തനം 22:16. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നിവൃത്തിയായത് 700 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സുവിശേഷം 19 20 ഇവിടെ കാണാം. അവനെയും വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു കൊടുത്തു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീക്കി എൻ്റെ കൈകളെ കാണുക. ആ തുളയ്ക്കപ്പെട്ട ഭാഗത്ത് അവൻ വിരലിട്ട് അതിനുശേഷമാണ് വിശ്വസിച്ചത്. അങ്ങനെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടു. സങ്കീർത്തനം 22 2 ഇപ്രകാരം പറയുന്നു, ദൈവം അവനെ കൈവിടും. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അത് 700 വർഷങ്ങൾക്ക് ശേഷം നിവൃത്തിയായി. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. മർക്കോസ് 15 34. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അടുത്തായി, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. സങ്കീർത്തനം 22 18. നിവൃത്തിയായത് മത്തായി 27 35. അവനെ ക്രൂശിച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല. സങ്കീർത്തനം 34 20. നിവൃത്തിയായത് യോഹന്നാൻ 19. അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരുടെ കാൽ ഒടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചു എന്ന് കണ്ടിട്ട് അവൻ്റെ കാൽ ഓടിച്ചില്ല. അടുത്തായി യെശയ്യാ 53:9 പ്രകാരം പറയുന്നു, സമ്പന്നന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്യും. 700 വർഷങ്ങൾ ശേഷം അത് നിവൃത്തിയായി. മത്തായി 27 57 മുതൽ 60 വരെ. യോസേഫ് എന്ന ധനവാൻ അവൻ്റെ ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ അടക്കം ചെയ്തു. അവൻ പാപികൾക്ക് പ്രായശ്ചിത്തമായി മരിക്കും. യെശയ്യാ 53 നിവൃത്തിയായത് 1 തീമോഥെയോസ് 1:15 ലൂക്കോസ് 24:46. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കപ്പെടുകയും വേണം. അടുത്ത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രവചനം.
സങ്കീർത്തനം 16:10. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നിവൃത്തിയായത് അപ്പോസ്തലപ്രവൃത്തി 13-ാം. അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. തൻ്റെ ജനത്തിന് പ്രത്യക്ഷനായി ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വവും കണ്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം. യേശുവിനെ ദൈവം സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവുകൾ. ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ തെളിവുകൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം 31-ാം. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡ ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് മുൻകൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഞങ്ങൾ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ദൂതന്മാരുടെ സാക്ഷ്യം. മത്തായി 28-ാം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലന കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറവാതിൽക്കൽ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. മർക്കോസ് 16-ാം 14 മുതൽ വായിക്കുമ്പോൾ, 11 ശിഷ്യന്മാർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത ശേഷം അവർ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ.